വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ഉണ്ടായ കാട്ടാനാക്രമത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. രാവിലെ തോട്ടം തൊഴിലിനായി പോകവേ ഇവർ കാട്ടാനയുടെ മുമ്പിൽ അകപ്പെടുകയായിരുന്നു. മുഖത്തിന് പരിക്കേറ്റ പ്രദേശവാസിയായ ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് തോട്ടം തൊഴിലാളികൾക്ക് നേരെ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മറ്റ് തൊഴിലാളികൾക്കൊപ്പം ഷൈനിയും തോട്ടം തൊഴിലിനായി പോവുകയായിരുന്നു. ഏറ്റവും മുമ്പിലായിട്ടായിരുന്നു ഷൈനി നടന്നിരുന്നത്. റോഡിൽ നിന്നിരുന്ന ആനയെ ഷൈനി കണ്ടിരുന്നില്ല. ആനയുടെ മുമ്പിൽ അകപ്പെട്ടതോടെ ഷൈനി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചതായാണ് വിവരം. ആക്രമണശേഷം ഇവിടെ നിന്നും ആന പിൻവാങ്ങി. സംഭവശേഷം പരിക്കേറ്റ ഷൈനിയെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ച ശേഷം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കാട്ടാനകൾ പതിവായെന്നോണം ജനവാസ മേഖലയിൽ എത്തുന്ന സ്ഥിതിയുണ്ട്. ആനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പോലും തൊഴിലാളികൾ അതിരാവിലെ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങേണ്ടി വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പരാതിയുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിച്ചു, അവർ 5 മണിക്ക് സ്ത്രീയാണ്, 5 മണിക്ക് പണിക്ക് പോകണം. ഇതിന് സമയമുണ്ട്. ഓരോ തൊഴിലിനും ഓരോ സമയമുണ്ട്. ആ സമയം കൃത്യനിഷ്ഠയും കാര്യങ്ങളും ലേബർ ഓഫീസർമാരും മറ്റുള്ളവരും പരിശോധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. അതിന് പരിശോധിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികളും മറ്റുള്ള കാര്യങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. സർക്കാർക്ക് ഇതേപ്പറ്റി தெரிவித்துக்கூட ശരിயான തക്കതാന നടപടികൾ എടുക്കേണ്ടിയില്ല. എല്ലാം കമ്പനി എടുക്കുമെന്ന് சொல்றது மாத்திரம் ஆகாது. வனவிலங்குகளை பாதுகாக்கக்கூடிய சட்டம் உண்டாக்குறது சர்க்கார். அதே மாதிரி அந்த பாதுகாப்பிலிருந்து அந்த மிருகங்களை எந்த அளவுக்கு பாதுகாக்கின்றதோ அதுபோல அந்த நாட்டில் அங்கே இருக்கக்கூடிய ஜனங்களையும் பாதுகாக்கிறதுக்குள்ள உரிமை அந்த സർക്കാർക്ക് இருக்கின்றது. കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുള്ള RRT സംഘം ഇവിടെ ആനകളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.